കേരള കോൺഗ്രസ് എമ്മിന്റെ മുന്നണി മാറ്റ ചർച്ചകളാണ് ഇപ്പോൾ സജീവമായി നിൽക്കുന്നത്. കെ സജീഷ് ഉണ്ട് വിവരങ്ങൾ നൽകാൻ. കെ സജീഷ്, ഇപ്പോൾ മോൻസ് ജോസഫിന്റെ ഒരു പ്രതികരണം വന്നിട്ടുള്ളത്. ഈ കേരള കോൺഗ്രസ് എം UDF-ലേക്ക് വരേണ്ടെന്ന് കേരള കോൺഗ്രസ് പറഞ്ഞിട്ടില്ല, ആരുടെയും പിന്നാലെ പോകേണ്ട എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. എന്താണ് വിശദാംശങ്ങൾ? പിന്നെ UDF-ലേക്ക് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് UDF-നുള്ളിൽ തന്നെ ഭിന്നതകളുണ്ടായിരുന്നു. ആ ഭിന്നത പ്രധാനമായിട്ടും പുറത്തു വരുന്നത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ എതിർപ്പാണ്. നേരത്തെ തന്നെ കേരള കോൺഗ്രസ് എമ്മിനെ UDF-ലേക്ക് എടുക്കുമ്പോഴൊക്കെ ശക്തമായി എതിർത്ത ഒരു പാർട്ടിയാണ് കേരള കോൺഗ്രസ് ജോസഫ്. അതായത് എം വന്നു കഴിഞ്ഞാൽ UDF-ൽ കേരള കോൺഗ്രസ് ജോസഫിന്റെ പ്രസക്തി നഷ്ടമാകും എന്നൊരു ആശങ്കയുള്ള പാർട്ടി കൂടിയാണ് കേരള കോൺഗ്രസ് ജെ വിഭാഗം. ഏതായാലും ഇപ്പോഴും ആ ആശങ്കകൾ അകന്നിട്ടില്ല എന്നാണ് മോൻസ് ജോസഫിന്റെ പ്രതികരണത്തിലൂടെ നമുക്ക് വ്യക്തമാകുന്നത്. കേരള കോൺഗ്രസ് എമ്മിനെ മുന്നണിയിലേക്ക് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നുണ്ട്. ആ ചർച്ചകൾ നടക്കുന്നതിനിടയിൽ എതിർപ്പ് ഉയർത്തരുത് എന്ന ആവശ്യം കോൺഗ്രസ് നേതൃത്വം മോൻസ് ജോസഫ് ഉൾപ്പെടെയുള്ള ആൾക്കാരുമായി അറിയിച്ചിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഇത്ര ഒരു പ്രതികരണം മോൻസ് ജോസഫിന്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, കേരള കോൺഗ്രസിന് ഒരറിയിപ്പും പുതിയ ഒരു പാർട്ടിയും UDF-ലേക്ക് വരുന്നതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടില്ല. ഒരു തരത്തിലുള്ള ചർച്ചകളും നടന്നിട്ടില്ല. അപ്രസക്തമായ ഒരു വിഷയമാണ് പാർട്ടി ഈ കേരള കോൺഗ്രസ് എമ്മിന്റെ മുന്നണി പ്രവേശനത്തെ കാണുന്നത്. ലീഗിന് അവരുടെ അഭിപ്രായം പറയാൻ അവകാശമുണ്ട്. അതേസമയം കേരള കോൺഗ്രസ് എം UDF-ലേക്ക് വരണ്ട എന്ന് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം പറഞ്ഞിട്ടില്ല. പക്ഷേ ആരുടെയും പിന്നാലെ പോകേണ്ട എന്നാണ് പാർട്ടി നേതൃത്വത്തിന്റെ നിലപാട്. കേരള കോൺഗ്രസ് എം ഇല്ലെങ്കിലും UDF-ന് ഒന്നും സംഭവിക്കില്ല എന്ന് തെളിയിക്കുന്നതാണ് കഴിഞ്ഞ നാളുകളിലെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ എന്നും മോൻസ് ജോസഫ് ചൂണ്ടിക്കാണിക്കുന്നു. അതായത് കേരള കോൺഗ്രസ് എമ്മിന്റെ UDF പ്രവേശനത്തെ ഇപ്പോഴും ജോസഫ് വിഭാഗം ശക്തമായി എതിർക്കുന്നു എന്ന സൂചനകളാണ് മോൻസിന്റെ ഈ പ്രതികരണത്തിലൂടെ നമുക്ക് ലഭ്യമാകുന്നത്. കെ സജീഷാണ് വിശദാംശങ്ങൾ നൽകിയത്. മോൻസ് ജോസഫിന്റെ പ്രതികരണത്തിന്റെ വിവരങ്ങളാണ് നൽകിയത്.